ഇലക്ട്രോണിക്സ് ആൻഡ് ഗൃഹോപകരണ രംഗത്തെ പ്രമുഖരായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണാം. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്നെ ശരിക്കും വളർത്തിണ്ടാക്കിയത് തൃശ്ശൂരിലെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അതായത് അന്നും ഇന്നും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇന്ന് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഈ 35ാം വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. ഈ 36ാമത്തെ വാർഷികത്തിന് ആകെ 2 മാസം കൂടിയുള്ള ഏപ്രിലാണ് ഞങ്ങളുടെ വാർഷികം വരുന്നത്. അപ്പോൾ എല്ലാ തൃശ്ശൂർ നിവാസികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ്. ഞങ്ങളുടെ ബ്രാൻഡ് തൃശ്ശൂരിൻ്റെ ഒരു ബ്രാൻഡാക്കി മാറ്റി തൃശ്ശൂരിൻ്റെ സ്വന്തം ബ്രാൻഡ് പോലെ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിനാക്കിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ നിയറസ്റ്റ് സ്ഥലമായ പാലക്കാടുകാർക്കും പ്രത്യേകം നന്ദി. എറണാകുളം എനിക്ക് നല്ലൊരു ബിസിനസ് തരുന്ന ജില്ലയാണ്. അതുപോലെ നിയറസ്റ്റ് മലപ്പുറം. കേരളത്തിലെ മുക്കുമൂലയിൽ നിന്നും എനിക്ക് ഓർഡർ വരുന്നുണ്ട് ഞങ്ങളുടെ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്. നല്ല ഓർഡർ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സൗകര്യങ്ങളുണ്ട്. എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും നമ്മൾ അവിടെ ഡെലിവറി കൊടുത്ത് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലെ. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ എല്ലാ സ്റ്റോറിലും ഈ പറഞ്ഞ എല്ലാ ഓഫറുകളും ഉണ്ട്. എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിന് ദീർഘകാല സർവീസും അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആകും എന്നുള്ളത് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ എപ്പോഴും ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കും. നിങ്ങൾക്ക് ദീർഘകാല സർവീസും കിട്ടും. എല്ലാ ഫെസിലിറ്റിയും കൂടിയുള്ള സ്ഥാപനമാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്. 1989 ഞാനായിട്ട് സ്ഥാപനം തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ബ്രാൻഡ് ഉണ്ട് വേണൂസ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട്. കൈപ്പറമ്പിലാണ് വേണേട്ടൻ തുടങ്ങിയതാണ് 1953. അവിടെ ഇലക്ട്രിക്കൽ അതിൻ്റെ വർക്കായിരുന്നു. ഇലക്ട്രിക് വർക്കും പിന്നെ എൻ്റെ സെയിലും ഉണ്ടായിരുന്നു. 89 ഞാൻ വേണൂസ് വീഡിയോഷനായിട്ട് തുടങ്ങി മണ്ണുത്തിയിൽ. അതിപ്പോൾ പിന്നിട്ടിപ്പോൾ 35 വർഷമായി. അന്ന് തുടങ്ങിയത് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സായിരുന്നു. കാസറ്റ് ലൈബ്രറി. നമ്മൾ പണ്ടത്തെ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റും അതിൻ്റെയൊക്കെ ലൈബ്രറി അത്യാവശ്യം സെയിൽസ് ഉള്ളൊരു കടയായിരുന്നു. അതിനാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചൈത്ര യാത്ര തന്നെയായിരുന്നു വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ. അപ്പോൾ ഈ ഒരു പേര് എങ്ങനെയാണ്? ഇപ്പം തുടക്കം പറഞ്ഞു 1989 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായി അല്ലെങ്കിൽ ഷോറൂമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേരിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? പേരിൻ്റെ പിന്നിൽ തന്നെ എൻ്റെ ബ്രദറിൻ്റെ പേരാണ് വേണു എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ആ പേരിൽ തന്നെ ഞാൻ തുടങ്ങിയ സ്ഥാപനം. പിന്നീട് സ്ഥാപനത്തിൻ്റെ പേര് മാറുന്നത് നമ്മൾ ഡിജിറ്റൽ യുഗം തുടങ്ങിയപ്പോൾ ഇത് 2007 നമ്മൾ 2ാമത്തെ സ്റ്റോർ ഇപ്പോൾ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഏകദേശം നമ്മളുടെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഡിജിറ്റലായി തുടങ്ങി. അതായത് എല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഗൾഫിലേക്ക് കോൾ ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ലാപ്ടോപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രസരിപ്പും അതുപോലെ തന്നെ വാട്സാപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റൊക്കെ വന്നു തുടങ്ങിയ കാലം. അപ്പോൾ എനിക്കൊരു എൻ്റെ ബ്രാൻഡിനൊന്ന് ചേഞ്ച് ചെയ്യണം, പേര് മാറ്റണം എന്നൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അടുത്തായിരുന്നു മണ്ണുത്തിയിൽ. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സും ഇവരൊക്കെ എനിക്ക് അവിടെ കണക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സും നൈബേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. ഷോറൂമിൽ വന്നിരുന്ന് തമാശ പറയുക, അതുപോലെ ഫാമിലി കാര്യങ്ങൾ പറയുക. അപ്പോൾ അത്രയൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു അവരായിട്ട്. അപ്പോൾ അവരുടെ ഫാമിലിയിലത്തെ അംഗങ്ങളെല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ഫ്രണ്ടാണ് ഡോക്ടർ രഞ്ജൻസ് കരിപ്പായി എന്ന് പറഞ്ഞിട്ട്. ആളവിടുത്തെ പ്രൊഫസർ ആൻഡ് ഹെഡായിരുന്നു. ആളുടെ വൈഫ് അവിടെ പ്രൊഫസർ തന്നെയായിരുന്നു. അവരുടെ മക്കൾ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പോൾ അവരെ കൂടിയിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു, ആശയം പറഞ്ഞു എനിക്കൊരു പേര് നല്ല കണ്ടുപിടിക്കണമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ രഞ്ജിത് സാറിൻ്റെ ഫാമിലിയാണ് എനിക്ക് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് എന്ന് പറഞ്ഞൊരു പേരുണ്ടാക്കി തന്നത്. എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കണത്. അപ്പോൾ അവർ ആയിട്ട് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ സാറിനെ വിളിച്ചുള്ളൂ. പിന്നെ ഞാനത് ഡിജിറ്റൽ ഐറ്റംസുകൾ കൂടുതലായി. അന്ന് ക്യാമറകളുടെയൊക്കെ ഡിജിറ്റൽ ക്യാമറ, സോണിയുടെയൊക്കെ ഡിജിറ്റൽ ക്യാമറയൊക്കെ നന്നായി വെക്കുന്ന സ്ഥാപനമായി മാറി. അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ നോക്കിയാണ് അന്ന് ഏറ്റവും നമ്പർ 1 ആയിരുന്നത്. നോക്കിയൻ്റെ ഫോണൊക്കെ ഏറ്റവും ആദ്യം നമ്പർ 1 ആയിരുന്നു വന്നിരുന്നത്. ബ്ലാക്ക്ബെറി അങ്ങനെയുള്ള പ്രീമിയം മൊബൈലുകളൊക്കെ ഒരുപാട് നമുക്ക് വിൽക്കാൻ പറ്റി. നിയറസ്റ്റ് നമ്മുടെ
ജില്ലകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് ആൾക്കാർ വരും. ഈവൻ നമ്മുടെ മാതൃഭൂമിക്ക് 400 മൊബൈൽ ഒറ്റ ഷോട്ടിൽ സെയിൽ ചെയ്തതാണ് ഞങ്ങൾ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡാണ്. അതായത് ബ്ലാക്ക്ബെറിയുടെ ഒരു കോർട്ടി കീപാഡ് എന്ന് പറഞ്ഞ മൊബൈൽ ഉണ്ടായിരുന്നു. മാതൃഭൂമി സ്റ്റാഫുകൾക്കെല്ലാം ഉപയോഗിച്ചിരുന്നതായിരുന്നു. അത് നമ്മൾ തന്നെ സപ്ലൈ ചെയ്തു. അതിൽ പിന്നെ ഒരു 2010 കൂടിയിട്ടാണ് നമ്മൾ വൈറ്റ് ഗുഡ്സിലേക്ക് വന്നത്. പിന്നെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഡിജിറ്റൽ ഐറ്റംസ്, ലാപ്ടോപ്പും മൊബൈലും അതിൻ്റെ ആക്സറീസും എല്ലാ പ്രീമിയം ബ്രാൻഡുണ്ട്. എല്ലാതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. ഇതിപ്പോൾ ലെനോവ തൃശ്ശൂർ റൗണ്ടിൽ ലെനോവയുടെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. കമ്പനി ഡയറക്റ്റ് സ്റ്റോറാണ്. ഡെല്ലിൻ്റെ 10-12 വർഷമായിട്ട് ഞങ്ങൾക്ക് സ്റ്റോറുണ്ട് പാർട്ടിയാക്കി ജംഗ്ഷനിൽ. അതുപോലെ HP-യുടെ സ്റ്റോറുണ്ട് ഇരിഞ്ഞാലക്കുട. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഒക്ടോബറിലായിട്ട് ഒക്ടോബർ മാസമാണ് ചെയ്തത്. സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ കഫേ തുടങ്ങി. അതും സാംസങ്ങിൻ്റെ പ്രീമിയം ലാപ്ടോപ്സും അതുപോലെ പ്രീമിയം മൊബൈലൊക്കെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം കസ്റ്റമർക്ക് വന്നിട്ട് ആമ്പക്കാടൻ ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ 2010 ഡിജിറ്റലിൻ്റെ നല്ല യുഗമായി. അതിൽ പിന്നെ 2010 ഞാൻ വൈറ്റ് ഗുഡ്സിലേക്കും കടന്നു. വൈറ്റ് ഗുഡ്സിൽ ചെറിയ രീതിയിൽ കാലത്തോട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ 2024 പിന്നിട്ടപ്പോൾ 10 വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ പ്രീമിയം ബ്രാൻഡിൻ്റെയും ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ബില്ലിങ്ങും നല്ല രീതിയിൽ നമുക്ക് അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റി. ഇപ്പം എനിക്ക് തൃശ്ശൂർ 19 സ്റ്റോറുണ്ട്. പാലക്കാട് ജില്ലയിൽ 3 സ്റ്റോറുണ്ട്. ഒറ്റപ്പാലം, ആലത്തൂർ, വടക്കാഞ്ചേരി, അങ്ങനെ അങ്കമാലിയിൽ ഒരു സ്റ്റോറുണ്ട്. അങ്ങനെ 23 സ്റ്റോർ പിന്നിട്ട് നമ്മൾ തുടങ്ങിയത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈബ്രറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടർ എബ്രഹാം എന്നാണ് എനിക്ക് ഓർമ്മ ഇപ്പോഴും. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ ഈ സിനിമ കാസറ്റ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ സൗണ്ടെങ്കിലും കിട്ടിയോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ ഇത്രയും നാളൊന്നും നല്ല പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ സിനിമ കാസറ്റ് കൊണ്ടുപോയിട്ട് കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ഞാൻ പണ്ടേ മുതൽ തന്നെ എന്തു കാര്യം ചെയ്യണമെങ്കിലും അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നമ്മളൊരു ഫ്രീ ഒരു പ്രൊഡക്റ്റ് കൊടുക്കായാലും, നമ്മളൊരാൾക്ക് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കായാലും, ഒരാളുടെ കൂടെ യാത്ര പോകായാലും അതിൽ ഏറ്റവും ബെസ്റ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ പൈസ നോക്കാണ്ട് ഏറ്റവും നല്ലൊരു സർവീസ് കൊടുത്തിരുന്നതുകൊണ്ടാണ് ആ ഫാമിലീസ് മുഴുവൻ ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ 35 വർഷം പിന്നിട്ടപ്പോഴും ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ഇവരൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ വളരെയധികം സ്നേഹത്തോട് സംസാരിക്കുകയും അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് കണ്ടിട്ട് കുറേ കാലമായിട്ടായിരിക്കും. എൻ്റെ ഈ തിരക്ക് കാരണം പിന്നെ ഞാൻ ഷോറൂമിൽ അധികം നിൽക്കാത്ത കാരണം പലരും നേരിട്ട് കാണാറില്ല. എന്നിരുന്നാലും ആര് വിളിച്ചാലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആരും ഏത് മേഖലയിലായാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. കസ്റ്റമർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട നീഡ് അനുസരിച്ച് സർവീസ് കൊടുക്കാൻ പഠിക്കുക. അത് ടൈമിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ സക്സസ്ഫുൾ ആവാം. ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് മേഖലയിലും. പലരും കുറച്ച് കഴിയുമ്പോഴൊക്കെ പിന്നെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുമ്പോഴാണ്. മറ്റുള്ളവരെ ഏൽപ്പിക്കാം, പക്ഷേ നമ്മൾ ബാക്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെന്ന് ശ്രദ്ധിക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. അത് അങ്ങനെ ചെയ്യുന്ന ആർക്കും വേണമെങ്കിൽ ഏത് മേഖലയിലും, അത് പഠിപ്പിലായാലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഏത് ലെവലിൽ പോകുന്ന ആൾക്കാർക്കും അത് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലും അത് ഏത് സോഷ്യൽ സർവീസിലും എല്ലായിടത്തും തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കുകളും നമ്മളുടെ പ്രവൃത്തിയാണ് അവിടെ സക്സസ്ഫുൾ ആവുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഡിമാൻഡിങ് പേഴ്സണായി മാറുന്നത്. അനാവശ്യ പരസ്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതി ഇന്ന് വരെ ചെയ്തിട്ടില്ല. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും, അത് ത്രൂ ഔട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ പരമാവധി പ്രീമിയം ബ്രാൻഡുകളുടെ പ്രീമിയം പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാണ്ട് കമ്പനി കൂടുതൽ സ്കീം തരുന്നു പറഞ്ഞിട്ട് കൂടുതൽ മേടിച്ചത് പബ്ലിക്കിന് കൊടുക്കുന്ന പരിപാടിയില്ല. എല്ലാ ബ്രാൻഡിനും ചില മോഡലുകൾ ഫെയിലിയർ ആവാം. അപ്പോൾ അവരത് എങ്ങനെയും വിറ്റഴിക്കാന്നല്ലാണ്ട് ഇത് കൊണ്ട് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ പരമാവധി നമ്മളത് ആദ്യം എടുത്തു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ഓർഡർ കൊടുക്കുള്ളൂ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകത എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിന് ദീർഘകാല സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് സർവീസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മാനുഫാക്ചർ കൊടുക്കുന്നത് ചിലപ്പോൾ 1 ഇയർ വാറണ്ടി ആയിരിക്കും, പക്ഷേ ഞങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് നമുക്കൊരു 5 ഇയർ വരെ കൊടുക്കാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് പിന്നെ തന്നെയല്ല ക്യാഷ് ബാക്ക് ഓഫറുണ്ട്. നമുക്ക് പണ്ടൊക്കെ ഗൃഹോപകരണങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് വരണം. ഇപ്പം അങ്ങനെയില്ല. നമുക്കൊരു ആധാർ കാർഡും നമുക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് 0% ഇൻട്രസ്റ്റിൽ മേടിക്കാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പനി ഓഫറുകൾക്ക് ശേഷം നമ്മളുടെ ഓഫർ ഉണ്ടായിരിക്കും. അത് കൂടിയാണ് നമുക്ക് ഫിനാൻസും കൊടുക്കുന്നത്. അല്ലാണ്ട് ഫിനാൻസിന് വേറെ പ്രൈസ്, ക്യാഷിന് മേടിക്കുന്നവർക്ക് വേറെ പ്രൈസ് ഇല്ല.
അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ഒരു വീട്ടിൽ ഫാമിലി ഇപ്പോൾ ചിലപ്പോൾ 2-3 പേർക്ക് ജോലി ഉണ്ടായിരിക്കും, ചെറിയ ശമ്പളമുള്ളതായിരിക്കും, പക്ഷെ അവരുടെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടാവില്ല. ഒരു കൂട്ടായി അവർ വിചാരിച്ച ഒരാളുടെ പേരിൽ ഫ്രിഡ്ജ് എടുക്കാം, അതൊരു 12 തവണ അടച്ചിട്ട് അടുത്ത് എടുക്കാം. അതുപോലെ അപ്പോൾ കമ്പനികളിൽ ഇതുപോലെ കുറേ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സീസൺ വരുന്നത് തന്നെ കൂളിംഗ് പ്രൊഡക്റ്റ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AC എന്ന് പറയുന്നത് ഒരു സംഭവമായി മാറി അല്ലേ. അത്രയധികം ചൂട് 40-42 ഡിഗ്രിയോളം ചൂട് വന്നു നമ്മുടെ അവിടെ. ഇപ്പോഴും ചൂട് അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കസ്റ്റമറോട് പറയാനുള്ളത് വെച്ചാൽ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട്, മഴക്കാലമാകുമ്പോൾ AC വില കുറയും. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. മാനുഫാക്ചറിങ്ങിൻ്റെ കോസ്റ്റ് കൂടുമ്പോഴാണ് ACകൾക്ക് വില കൂടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് പറഞ്ഞാൽ കോപ്പർ പൈപ്പൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 13% ടാക്സ് കൂടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ACകൾക്ക് വില കൂടാനാണ് ചാൻസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ACയും കൂളറുകളോ അല്ലെങ്കിൽ എന്ത് മേടിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മേടിക്കാൻ ഏറ്റവും ബെസ്റ്റ് കമ്പനി സ്കീമുകളൊക്കെ ആയി. പിന്നെ ഇൻസ്റ്റലേഷനൊക്കെ ഫാസ്റ്റായിട്ട് നടക്കും. കഴിഞ്ഞ 2024 ഏപ്രിലിൽ 14 ദിവസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ നടക്കാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാണ്ട് ഇരിക്കണമെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. ഞങ്ങളിലെല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഇന്നിപ്പോൾ കേരളത്തിൽ ഇത്രയധികം ബ്രാൻഡ് ചെയ്യുന്ന സ്ഥാപനം ഇല്ല എന്ന് തന്നെ പറയാം. അതായത് 17ഓളം ബ്രാൻഡ് AC ഞങ്ങളുടെ കയ്യിൽ ഫുൾ സ്റ്റോക്ക് ഉണ്ട്. പ്രീമിയം ബ്രാൻഡായ മിസ്ബുഷി ഹെവി ഡ്യൂട്ടി, അതുപോലെ ജനറൽ, ഡൈക്കിൻ, കേരിയർ, പിന്നെ ലോയിഡ് ഉണ്ട്, ആംസ്റ്റാർഡ് ഉണ്ട്, അതുപോലെ തന്നെ LG ഉണ്ട്, സാംസങ് ഉണ്ട്, പിന്നെ വോൾട്ടാസ് ഉണ്ട്, ബ്ലൂ സ്റ്റാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡ് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അത് ഡൊമസ്റ്റിക് ആയാലും റെസിഡൻസ് പർപ്പസിനുള്ളായാലും കമേഴ്ഷ്യലായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ബ്രാൻഡാണ് സിംബണി. അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ നമ്പർ 1 ആണ് കേരളത്തിൽ, ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെയും ബ്രാൻഡുകളുടെയും കൂളറുകളുണ്ട് ഇഷ്ടംപോലെ. അതിന് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്, ഫിനാൻസ് സൗകര്യം ഉണ്ട്. എപ്പോഴും നേരത്തെ കുട്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസും ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ വാറൻറ്റി ഉണ്ട്. ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ചില ബ്രാൻഡുകളൊക്കെ ഇൻസ്റ്റലേഷൻ ഫ്രീ ഉണ്ട്. നല്ല തിരക്ക് വരുമ്പോൾ കമ്പനിയൊക്കെ ആ ഓഫറുകളൊക്കെ ഒഴിവാക്കും. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഫ്രീ അടക്കം ഇപ്പോൾ കിട്ടും ചില ബ്രാൻഡുകൾക്കൊക്കെ. പാലക്കാടാണ് ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് സ്റ്റോറിങ് വരാൻ പോകുന്നത്. ഞങ്ങൾക്കുള്ളതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റോർ ഏകദേശം ഒരു 25,000 അതിൻ്റെ ഏരിയ വരുന്നത്. ഒരു 18,000 സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ ഏരിയ ഉണ്ടായിരിക്കും. അത് നമ്മളിപ്പോൾ മാർച്ചിൽ നമ്മൾ ഇനാഗ്രേഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ചാലക്കുടി, നമ്മളെ ചാലക്കുടി മറ്റേ കോട്ട ജംഗ്ഷനിൽ തന്നെ ഒരു സ്റ്റോർ വരുന്നുണ്ട്, ഹൈവേയിൽ തന്നെ. അതും മാർച്ചിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ്. ഇപ്പോൾ 2025 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയത്തിൽ ചേർന്ന ചാനലാണ്. അതായത് തൃശ്ശൂർക്കാരുടെ ഫേവറേറ്റ് ചാനലാണ് TCV. ഈ TCV ആയിട്ട് കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ ബന്ധമുണ്ട്. കഴിഞ്ഞ 25 വർഷം മുമ്പ് TCVയുടെ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൊരു ഗസ്റ്റായിട്ട് എനിക്ക് പോകാനും പറ്റി. എനിക്കൊരു അവിടെ വെച്ചിട്ടൊരു അവാർഡും തരുന്നു. അത് ഞാൻ TCVയും ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അന്ന് മുതൽ അതായത് ഈ 35 വർഷത്തിൽ 25 വർഷത്തോളമായിട്ട് TCV ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു കോട്ടം വന്നിട്ടില്ല. എല്ലാ TCV പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഇനി വേണൂസിൻ്റെ ഓഫറുകളെക്കുറിച്ചും ഒപ്പം തന്നെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അതിനായി സ്റ്റോർ മാനേജർ ജയേഷ് നമ്മോടൊപ്പമുണ്ട്. സാറിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഓഫറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വേണൂസ് കാലത്തോട് എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ജനുവരി 1-ാം തീയതി. അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഞങ്ങൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആ ഓഫർ. അതിന് പുറമെ വേണൂസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ 365 ദിവസവും ഓഫർ തന്നെയാണ്. അതിലൊരു തർക്കം വേണ്ട. കാരണം നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് നിങ്ങൾക്ക് പ്രൈസ് എടുത്തുകൊണ്ട് തന്നെ വന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പ്രൈസ് എപ്പോഴും മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും. വേണൂസ് ഇത്രയും കാലം നിലനിന്നത് പ്രൈസിൻ്റെ ഒരു കാരണം മാത്രമല്ല, നമ്മുടെ ബെസ്റ്റ് സർവീസായിരിക്കും. വൺസ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ സർവീസ് അത്രയും പെർഫെക്റ്റാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MD തന്നെയാണ്. കാരണം ആളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള ആ പോളിസി തന്നെയാണ് ഞങ്ങൾ എല്ലാ സ്റ്റാഫുകളും കീപ്പപ്പ് ചെയ്യുന്നതും. ഇപ്പോൾ ജനുവരിയിൽ ഞങ്ങളെ 1-ാം തീയതി ഞങ്ങൾ ആനിവേഴ്സറി സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്ലസ് ഇപ്പോൾ നമ്മൾ AC-യുടെ ഒരു വലിയ സീസണാണ് വരാൻ പോകുന്നത്. ആ സീസണിലേക്കായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇറക്കി കഴിഞ്ഞു. അതിൽ ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കസ്റ്റമർക്ക് മാർക്കറ്റിൽ കിട്ടാത്ത പ്രൈസിന് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അതിൽ നല്ല ഓഫറുകൾ തന്നെ. നിങ്ങൾ വെറുതെ പരസ്യവാചകത്തിന് വേണ്ടി ഒരു വാക്കല്ല, നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ പ്രൈസ്.
മാർക്കറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസ് നമുക്ക് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാൻ പറ്റും. അത് ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും. വേണൂസിൻ്റെ പ്രൈസ് ബെസ്റ്റ് ആയിരിക്കും. പ്ലസ് കസ്റ്റമർക്ക് കിട്ടുന്ന സർവീസ് അത് ഈ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സർവീസ് ആയിരിക്കും. അതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് വേണൂസ് കാളത്തോട് ബ്രാഞ്ചിൽ വരിക, അത് നിങ്ങൾ ഫീൽ ചെയ്താൽ പിന്നെ നമ്മുടെ കസ്റ്റമറായി മാറും. പിന്നെ നിങ്ങൾക്ക് വേറെ ഷോപ്പ് തേടി പോകേണ്ട ആവശ്യം വരില്ല. പ്രൈസ് വൈസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേണൂസിൽ നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാതെ നമ്മുടെ ഫിനാൻസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫിനാൻസ് ഓപ്ഷൻസ് നമ്മൾ ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ആയിക്കോട്ടെ, HDB ആയിക്കോട്ടെ, IDFC ആയിക്കോട്ടെ, TVS ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ഈ ഫിനാൻസുകളൊക്കെ സൗകര്യങ്ങൾ നമ്മൾ അതിൽ എക്സിക്യൂട്ടീവ് നമ്മളെ ഷോപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് സമയം ലാഭം കിട്ടും. കാരണം വെച്ചാൽ ചില ഷോറൂമിലൊക്കെ പോയാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഉണ്ടാവില്ല, ഫോൺ കോളിലാവും ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എല്ലാ ബ്രാൻഡിൻ്റെ എക്സിക്യൂട്ടീവ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫിനാൻസ് സൗകര്യം ചെയ്ത് പോകാൻ പറ്റും. ചില ഷോപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് ഉണ്ടാവില്ല, ഫോൺ കോളിലാവും ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സൗകര്യം ഒരു കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ ഡിലേ ഇല്ലാതെ പെട്ടെന്ന് ഫിനാൻസ് ചെയ്ത് പോകാനുള്ള സൗകര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മളെ കിച്ചൺ അപ്ലയൻസ്, സ്മോൾ അപ്ലയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഏറ്റവും മിനിമം 7,000 റുപ്പീസിൻ്റെ സാധനം പർച്ചേസ് ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മിക്സി വേണമെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു 7,000 റുപ്പീസിൻ്റെ സാധനം ഉണ്ടായാൽ മതി. അതിന് പോലും നമുക്ക് ഫിനാൻസ് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ കിച്ചണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചെറുവക സാധനങ്ങളൊക്കെ വരില്ലേ, മിക്സി വരും, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ്, ഇതൊക്കെ കൂടി ഒരു 7,000 രൂപയുടെ സാധനം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഫിനാൻസ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് വേണ്ടി. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ ഓഫറുകളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിജയ സംരംഭവുമായി കാണാം.